ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് എ ന്യൂ വീഡിയോ. ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ ഇന്നൊരു ക്ലാസ്സുള്ള ദിവസമാണ്. ഇന്ന് നീക്കാൻ തന്നെ ഒരുമാതിരി ഇന്ന് പോണോ പോണ്ടേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പോകാൻ നല്ല മടിയായിക്കണ്. അങ്ങനെ അറ്റൻഡൻസ് വേണമല്ലോ, അതിന് വേണ്ടി മാറ്റി ഒരുങ്ങി പോകാൻ നിൽക്കുകയാണ്. എന്നും ക്ലാസ്സിന് പോകുമ്പോൾ 5-10 മിനിറ്റ് അങ്ങനെ ലേറ്റ് ആവലുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയിരുന്നു. കറക്റ്റിനും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ്സിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 10:30 to 12:30 വരെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ക്ലാസ്സിന് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം ട്രെയിൻ ലേറ്റ് ആവുന്നതുകൊണ്ടാണ്. എന്നും ട്രെയിൻ ലേറ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ ഏതൊരു ട്രെയിന് നേരം വൈകി വന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടി. അപ്പോൾ അതിലാണ് പോണത്. അങ്ങനെ കോഴിക്കോട് എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് വേറെ ബസ് കയറാണ്ട്. അങ്ങനെ ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇരുന്ന് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് എത്തുന്നത്. ഇന്ന് പിന്നെ AIൻ്റെ ക്ലാസ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഈ ക്ലാസ്. കാരണം നമുക്ക് ഓരോ ഇമേജസ് ക്രിയേറ്റ് ചെയ്യണം, ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്കിങ്ങനെ ആക്ടിവിറ്റി ആക്കി തരും. പക്ഷെ നമ്മളത് ക്രിയേറ്റീവിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 12:30 ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾ വീട്ടിലെത്തല് 4 മണി അല്ലെങ്കിൽ 3 മണി 3:30 കാരണം ട്രെയിൻ ഭയങ്കര ലാഗാണ്. 1:30 ട്രെയിനുള്ളത്. ആ ട്രെയിന് വരാൻ ഇടയ്ക്ക് 2 മണി 2:15 2:30 ആവും. അങ്ങനെ പിന്നെ ട്രെയിന് കിട്ടി. ഞങ്ങൾ ടൈം പോകാൻ വേണ്ടിയിട്ട് ലൂഡോ കളിച്ച് അങ്ങനെയൊക്കെ കുറേ ടൈമാണ്ട് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഓൺ വോയിസ് ആയിട്ട് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടം. എനിക്ക് വോയിസ് ഓവർ കൊടുക്കണത് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്താ ചെയ്യുക, ആൾക്കാരെന്താ വിചാരിക്കുക ഞാൻ ഇങ്ങനെ ക്യാമറ നോക്കി പറയുമ്പോൾ എന്നൊക്കെയുള്ളൊരു ഫിയർ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കണത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസമെങ്കിലും ഞാൻ ഓൺ വോയിസ് ആക്കിയിട്ട് വ്ളോഗ് ഇടാൻ ഞാൻ നോക്കും. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഫ്രണ്ടിന് അവളെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. ആദ്യം ഒരു കടയിൽ കയറി. പക്ഷെ അവിടെ ഞങ്ങൾക്ക് വിചാരിച്ച കളറിൽ വിചാരിച്ച സൈസ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ കയറി. അവിടെ ഞങ്ങൾക്ക് നല്ലൊരു സാധനം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ നോക്കിയത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അങ്ങനെ ഷർട്ടൊക്കെ എടുത്ത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഷവർമ കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ ഇതിന് മുമ്പ് സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി. അതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഷവർമ കഴിക്കാൻ പൂതിയായത്. ഞങ്ങൾ റോൾ ഷവർമയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചു ഗൈസ്. എനിക്ക് ഒരു നേരം ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റൂല. എനിക്ക് ഫുഡിനോടുള്ള ഇഷ്ടം അത്രക്കാണ്. ബിക്കോസ് എനിക്ക് എന്തോ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് വേറെയാണ്. അത് ചോറായാലും മതി. എന്താ പറയുക, നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ സാധാ ചോറ് ഒരു 3 നേരമാണെങ്കിൽ 3 നേരം തിന്നും ഞാൻ. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കിയാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഇന്ന് കുളിച്ച് ഫ്രഷായി ഇനിയും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിഷാണെന്ന്. ഇന്നും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഞാൻ ആദ്യം നോക്കല് അടുക്കളയിൽ പോയിട്ട് ഇന്ന് എന്താ കൂട്ടാൻ, ഇന്ന് എന്താ ചോറ്, അതാണ് മെയിനായിട്ട് ഞാൻ നോക്കൽ. ഇന്ന് കാരണം നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വന്നുകൊണ്ട് തന്നെ അങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ പോയി നോക്കിയത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ചോറാട്ടോ. ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ എനിക്ക് കുമ്പളങ്ങക്കറിയും ഉണക്കമീനും കുമ്പളങ്ങ കറിയും കിട്ടുന്ന ഒരു പ്രത്യേക തരം ഫ്ലേവറാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ഡ്രസ്സ് മാറ്റി അനിയനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവനക്ക് കുറച്ച് ദിവസമായിട്ട് കഫക്കെട്ടും ജലദോഷവും ഇന്നിപ്പോൾ പനിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. വേഗം കാണിച്ചിട്ട് അങ്ങനെ കാണിച്ച് കഴിഞ്ഞ് മരുന്നൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അക്ഷയക്ക് പോവാണ്. കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളും പിന്നെ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ട്. എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയുള്ള ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.